ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ സർവീസിംഗ് ലാബ് 2ലെ നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള സ്ട്രട്ട് അസംബ്ലിയെ കുറിച്ചാണ്. നമ്മൾ ഒരു സ്ട്രട്ട് അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്ത് അസംബിൾ ചെയ്ത് അതിൽ ഉള്ള ഡിഫറെൻറ്റ് പാർട്സുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രട്ട് അസംബ്ലി? നിങ്ങൾ ഈ എസ് ലാബിൽ ഇതുവരെ ചെയ്ത വർക്കുകൾ എന്നൊക്കെ പറയുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട വർക്കുകളായിരുന്നു. ഇത് നമ്മൾ ഓട്ടോമൊബൈൽ ബേസിക് സ്ട്രക്ചറിലെ സസ്പെൻഷൻ സിസ്റ്റം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ നെക്സ്റ്റ് സെമസ്റ്ററിൽ ഓട്ടോമൊബൈൽ ചേസിസ് എന്ന സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മളിപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ ബോഡി, അതുപോലെ പാസഞ്ചേഴ്സ്, എൻജിൻ കമ്പോണൻസ്, ഇതിനൊക്കെ റോഡ് ഷോക്കുകളിൽ നിന്ന് റോഡിൽ ഉണ്ടാവുന്ന എല്ലാ ഷോക്കുകളും അതൊരു ഒബ്ജക്റ്റ് കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പിറ്റ് കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹമ്പ് കൊണ്ടായിക്കോട്ടെ, ഒരു വാഹനം ഒരു റോഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോക്കുകൾ അത് ഈ വെഹിക്കിൾ ബോഡിയിലേക്കും പാസഞ്ചേഴ്സിലേക്കും എത്തുന്നതിന് തൊട്ട് തടഞ്ഞ് കംഫർട്ടായിട്ടുള്ള ഒരു റൈഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഉദ്ദേശം. അതുമാത്രമല്ല, ഈ വാഹനം ടേൺ ചെയ്യുന്ന സമയത്ത്, കർവുകൾ ടേൺ ചെയ്യുന്ന സമയത്ത്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ, അതുപോലെ സഡനായിട്ട് വണ്ടി എടുത്തു പോകുന്ന ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വാഹനത്തിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്ത്, അതുപോലെ തന്നെ അതിലെ യാത്രക്കാർക്ക് ആ സമയങ്ങളിലൊക്കെ കൂടുതൽ സ്ട്രെസ്സസ് വരാതെ രീതിയിൽ, ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് വാഹനം പിച്ച് ചെയ്യാനും, അതുപോലെ കർവുകൾ ടേൺ ചെയ്യുന്ന സമയത്ത് റോൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. എന്താണ് സസ്പെൻഷൻ സിസ്റ്റം? ഓക്കെ, ഇനി സസ്പെൻഷൻ സിസ്റ്റം തന്നെ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് ആൻഡ് അല്ലെങ്കിൽ കൺവെൻഷണൽ ആൻഡ് നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ. ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും. ഇവിടെ ഈ ഒരു വാക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ. അതുപോലെ റിജിഡ് ആക്സിൽ അല്ലെങ്കിൽ കൺവെൻഷണൽ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് ആൾസോ കാൾഡ് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ. ഇതാണ് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ കൺവെൻഷണൽ സസ്പെൻഷൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഈ കൺവെൻഷണൽ റിജിഡ് ആക്സിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം, നമ്മൾ പഴയ വാഹനങ്ങളിലൊക്കെ രണ്ട് വീൽസും ഒന്നിച്ച് അതിൻ്റെ ആക്സിലിനെ നമ്മൾ സെപ്പറേറ്റ് വീൽസ്, ഓരോ വീൽസ് അല്ലാതെ ഒന്നിച്ച്, ഇപ്പോൾ ഫ്രണ്ട് വീൽസ് ആണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് വീൽസും, റിയർ വീൽസ് ആണെങ്കിൽ റിയറിലെ രണ്ട് വീൽസും ഒന്നിച്ച് നമ്മൾ ബോഡിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ ലീഫ് സ്പ്രിങ്ങുകൾ, അതുപോലത്തെ ഷോക്ക് അബ്സോർബർ ലീഫ് സ്പ്രിങ്സൊക്കെ ഉപയോഗിച്ച് ഐസൊലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്ന് പറയുന്നത്, ഒരു വീല് നമ്മൾ എന്തെങ്കിലും കുഴിയിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ ആ ബോഡി മൊത്തം ചെരിയും. അതുമാത്രമല്ല, അത് മറ്റേ വീലിനെയും എഫക്റ്റ് ചെയ്യും, മറ്റേ സൈഡിനെയും എഫക്റ്റ് ചെയ്യും, ആ ബോഡിനെ മൊത്തം എഫക്റ്റ് ചെയ്യും. അതാണ് ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ അല്ലെങ്കിൽ റിജിഡ് ആക്സിൽ സസ്പെൻഷൻ. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇൻഡിപെൻഡൻ്റ് ആ വാക്കിൽ നിന്ന്
കിട്ടും ഡിപ്പെൻഡൻ്റ് അല്ല. അഥവാ ഒരു വീല് മറ്റേ വീലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു വീല് കുഴി ചാടിക്കഴിഞ്ഞാൽ ആ വീല് മാത്രം ആ കുഴി ചാടും. ബോഡിയോ മറ്റേ വീലോ ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു മോഡേൺ കാറുകളിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ സസ്പെൻഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഓരോ വീലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ബോഡിയിലേക്ക് കൊടുക്കിയിട്ടുള്ളത്. ആ വീലിൽ മാത്രം ഒരു കുഴി ചാടിക്കഴിഞ്ഞാൽ ചലിക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഒരു പരിധി വരെ ബോഡി ഫ്ലാറ്റായിട്ട് നിൽക്കും. പാസഞ്ചേഴ്സിനും അതുപോലെ അതിലുള്ള മറ്റു ചരക്കുകൾക്കൊന്നും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഡ്രൈവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ആകുമ്പോൾ. അപ്പോൾ കൂടുതൽ മോഡേൺ കാറുകളിലൊക്കെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ബസ്സുകളിലൊക്കെ പഴയ വാഹനങ്ങളാണെങ്കിൽ റിജിഡ് ആക്സൽ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻസ് ആണുള്ളത്. ഇനി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബസ്സുകളിലും അതുപോലെ ചരക്ക് വാഹനങ്ങളിലൊക്കെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ്ലി ആയിട്ടുള്ള വെഹിക്കിൾസ്, ലക്ഷറി ബസ്സസിൽ എയർ സസ്പെൻഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഇനി നമ്മളെ വർക്കിലേക്ക് വരാം. നമ്മൾ മോഡേൺ ആയിട്ടുള്ള കാറുകളിലൊക്കെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സസ്പെൻഷനാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ. MACPHERSON മാക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ. ഇതിൽ അടങ്ങിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു സ്ട്രട്ട് അസംബ്ലി, അതാണ് നമ്മൾ മാക്ഫേഴ്സൺ സ്ട്രട്ട്. ഒരു ഷോക്ക് അബ്സോർബർ വിത്ത് ഒരു കോയിൽ സ്പ്രിങ്, അതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സ്ട്രട്ട് അസംബ്ലി എന്ന് പറയുന്നത്. ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് സ്റ്റഡി ചെയ്ത് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എയിം ഇതിൽ കൊടുത്തിട്ടുണ്ട്: ടു സ്റ്റഡി, ഡിസ്മാൻഡിൽ, അസംബിൾ എ മാക്ഫേഴ്സൺ സ്ട്രട്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ. നെക്സ്റ്റ് അതിനാവശ്യമായിട്ടുള്ള ടൂൾസ്: ബെഞ്ച് വൈസ്, ഓപ്പൺ ആൻഡ് സ്പാനർ, കോയിൽ സ്പ്രിങ്, കംപ്രസർ. ഇതിൻ്റെ സ്പെഷ്യൽ ടൂളാണ് കോയിൽ സ്പ്രിങ് കംപ്രസർ എന്ന് പറഞ്ഞ ഈ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണും. നെക്സ്റ്റ് റാച്ചറ്റ് ഹാൻഡിൽ, ബോക്സ് സ്പാനർ, എക്സെട്ര. ഇനി മെറ്റീരിയൽസ് നമ്മൾ സ്ട്രട്ട് ആവശ്യമുണ്ട്. അതിൻ്റെ കോയിൽ സ്പ്രിങ്, ഷോക്ക് അബ്സോർബറൊക്കെ മൊത്തം യൂണിറ്റ് സ്ട്രട്ട് അസംബ്ലി നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് കോട്ടൺ വേസ്റ്റ്, പെട്രോൾ, കെറോസിൻ, എക്സെട്ര, അത് ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മെറ്റീരിയൽസ് ആയിട്ട് ആവശ്യമുണ്ട്. നെക്സ്റ്റ് അതിന് എന്താണ് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ, ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അത് ചെയ്യേണ്ട പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യേണ്ട പ്രൊസീജിയർ. നെക്സ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ക്ലീനിങ്. അതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം അസംബിൾ ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആൾസോ റിസൾട്ട്. ഇനി ഇതിൻ്റെ ഒരു ഫിഗർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഇതിൻ്റെ സ്ട്രട്ട് എന്ന് പറയുന്ന ഭാഗമാണ് താഴെയുള്ളത്. നെക്സ്റ്റ് കോയിൽ സ്പ്രിങ്, സ്ട്രട്ട് കഴിഞ്ഞാൽ മുകളിൽ വരുന്നത് കോയിൽ സ്പ്രിങ്. നെക്സ്റ്റ് സ്ട്രട്ട് യൂസർ എന്ന് പറഞ്ഞ ഭാഗം. നെക്സ്റ്റ് ബമ്പ് സ്റ്റോപ്പർ എന്ന് പറഞ്ഞ ഭാഗം. നെക്സ്റ്റ് കോയിൽ സ്പ്രിങ് സീല്, കോയിൽ സ്പ്രിങ് അപ്പർ സീല്. നെക്സ്റ്റ് അതിൻ്റെ നട്ട് ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോപ്പർ, നെക്സ്റ്റ് സപ്പോർട്ട്, നെക്സ്റ്റ് ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ സീല്, ബെയറിങ് വാഷർ, ഇതൊക്കെ വരുന്നു. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കമ്പോണൻസ് പാർട്സുകൾ
ഈ ഒരു സ്ട്രട്ട് അസംബ്ലിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചെടുക്കണം. ഇനി നമ്മൾ വർക്കിലേക്ക് പോകാം. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് സ്ട്രട്ട് അസംബ്ലി ഓവർഹോൾ ചെയ്യാനാണ്. അപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്ത് അസംബ്ലി ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രട്ട് അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്ട്രട്ട് അസംബ്ലി നമ്മൾ ആദ്യം വണ്ടിയിൽ നിന്ന് അയച്ചെടുത്ത് വൈസിൽ കൊടുന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കാറിൻ്റെ സസ്പെൻഷൻ സിസ്റ്റത്തിലെ ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റത്തിലെ യൂണിറ്റാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട്, അതിലെ യൂണിറ്റാണ് സ്ട്രട്ട് അസംബ്ലി. അത് നമ്മൾ അയച്ചിട്ട് വൈസിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഒരു കാറിൽ ഇപ്പോൾ ഈ ഫ്രണ്ട് ഉള്ളതാണ് ഈ സ്ട്രട്ട് അസംബ്ലി എന്ന് പറയുന്നത്. ഒരു കാറിൻ്റെ കേസിൽ ഇതാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ സിസ്റ്റത്തിലെ സ്ട്രട്ട് അസംബ്ലി വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഊരിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഇനി നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബോക്സ് സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ അളവിലുള്ള ബോക്സ് സ്പാനേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടൂള്. അഥവാ നമ്മൾ കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്യാനുള്ളതാണ്. ഇത് കുടുക്കിയിട്ടാണ് നമ്മൾ കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്തിട്ടാണ് ഈ സ്ട്രട്ട് റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സ്ട്രട്ട് അസംബ്ലീൻ്റെ കോയിൽ സ്പ്രിങ് കംപ്രസറാണിത്. ഓക്കെ, കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ടൂളാണ്. ഈ സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ചിട്ടാണ് സ്ട്രട്ട് അസംബ്ലി നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി റിമൂവ് ചെയ്യുന്ന നോക്കാം. ആദ്യം നമ്മൾ വൈസിൽ നമ്മളിത് ഫിക്സ് ചെയ്യണം. സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഊരി പോരാത്ത രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യണം. ഇതിന്മേലെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. വളരെ കറക്റ്റ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ സ്പ്രിങ് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് ഊരി തെറിക്കും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ രണ്ട് ഭാഗത്ത് ഒരു ഭാഗം ടൈറ്റ്, അത് ഇതിൽ നിന്ന് ഊരി പോരുന്ന ശ്രദ്ധിക്കണം കേട്ടോ. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് ടൈറ്റ് ആക്കുന്നു. അപ്പോൾ ഒരു ഭാഗം ടൈറ്റ് ചെയ്തതിന് ശേഷം മറ്റു ഭാഗവും കുറച്ച് ടൈറ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് ഭാഗവും ഒരുപോലെ കുറച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഊരിത്തെറിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം ഒരു സൈഡിൽ കുറച്ച് ടൈറ്റ് ചെയ്യാം, നെക്സ്റ്റ് മറ്റേ സൈഡിൽ കുറച്ച് ടൈറ്റ് ചെയ്യാം. ഒരു ഭാഗം മാത്രം കൂടുതൽ ടൈറ്റ് ചെയ്യരുത്. രണ്ട് ഭാഗത്തും ഒരുപോലെ കുറച്ച് ടൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് കംപ്രസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെന്ത് ചെയ്യുക, മുകൾ ഭാഗത്ത് നട്ട് ലൂസ് ചെയ്യുക. ഏറ്റവും മുകളിൽ ടോപ്പ് കാണുന്ന നട്ട് ലൂസ് ചെയ്യുക. നട്ട് ലൂസ് ചെയ്യണമെങ്കിൽ അതല്ല, അപ്പോൾ നട്ടൊന്നായിട്ട് കറങ്ങണണ്ടില്ലേ, അങ്ങനെ കറങ്ങാതിരിക്കാൻ നമ്മൾ നട്ടുമ്പോൾ മാത്രമല്ല സെൻറ്ററത്തെ ഇതടക്കം കറങ്ങുന്നുണ്ട്. അപ്പോൾ കറങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോപ്പറിനെ നമ്മൾ വൈസ് വെച്ചിട്ട് പിടിച്ചിട്ട് വേണം ലൂസ് ചെയ്യാൻ. വൈസ് വെച്ചിട്ട് പിടിച്ച് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ നട്ട് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈസ് വെച്ചിട്ട് സ്റ്റോപ്പറിനെ പിടിച്ചിട്ടാണ് നട്ട് ലൂസ് ചെയ്തെടുത്തത്. ഇനി ഓരോന്ന് അയച്ചെടുക്കുന്നത് നോക്കിയോളൂ. സ്റ്റോപ്പർ എടുത്തു, ഞാൻ പുറത്തത്തെ കപ്പ് എടുത്തു, അതിൻ്റെ ഉള്ളിലുള്ള സീലുകൾ വാഷസും ഒക്കെ ഓരോന്ന് എടുത്തു. അപ്പോൾ ഓരോന്ന് വെക്കുന്ന സമയത്ത് ഏതൊക്കെ ഓർഡറിൽ തന്നെ നിങ്ങൾ എടുത്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തിരിച്ചു വെക്കാൻ പറ്റും. കപ്പ് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കോയിൽ സ്പ്രിങ് കംപ്രസറിനെ ലൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, തിരിച്ച് സ്പ്രിങ് എടുക്കണം. ആ കോയിൽ സ്പ്രിങ് കംപ്രസറിനെ നമ്മൾ ഇതുപോലെ നേരത്തെ ടൈറ്റ് ചെയ്തുപോലെ രണ്ട് ഭാഗം കുറച്ച് ലൂസ് ചെയ്തിട്ട് കോയിൽ സ്പ്രിങ് കംപ്രസർ കോയിൽ സ്പ്രിങ് വന്ന് റിമൂവ് ചെയ്യുക.
രണ്ട് സൈഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ നമ്മൾ സ്പ്രിങ് നമുക്ക് കിട്ടി. സ്പ്രിങ് റിമൂവ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഷോക്ക് അബ്സോർബർ. ഈ കാണുന്നതാണ് നമ്മൾ ഷോക്ക് അബ്സോർബർ. ആ സ്റ്റോപ്പറും കൂടി ഊറി. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രട്ട് എന്ന് പറഞ്ഞ ഭാഗം. സ്ട്രട്ട് ആൻഡ് കോയിൽ സ്പ്രിങ്. സ്ട്രട്ടാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ഇത് കോയിൽ സ്പ്രിങ്. അപ്പോൾ ഇതങ്ങനെയാണ് നമ്മൾ സ്ട്രട്ട് അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ സ്മൂത്തായിട്ട് ഇത് ബാക്കോട്ട് തന്നെ വരണം. പക്ഷെ ഇത് ബാക്കോട്ട് വരുന്നില്ല. അത് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഷോക്ക് അബ്സോർബറിൻ്റെ സീല് കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബറിന് അഥവാ സ്ട്രട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയത് വെക്കേണ്ടി വരും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അതിൻ്റെ സീല് ചിലതിന് സീലൊക്കെ മാറ്റിയിട്ട് ഓയിൽ സീലൊക്കെ ഓയിൽ റീഫില്ല് ഷോക്ക് അബ്സോർബർ റീസെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ തിരിച്ച് അസംബിൾ ചെയ്യാണ്. അതിന് ആദ്യം തിരിച്ച് നമ്മൾ സ്പ്രിങ്ങിനെ തിരിച്ച് സ്ട്രട്ടിലിട്ടു. അതിന് ശേഷം ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യണം. സ്പ്രിങ്ങിനെ വീണ്ടും നമ്മൾ കോയിൽ സ്പ്രിങ് കംപ്രസർ ഉപയോഗിച്ചിട്ട് കോയിൽ സ്പ്രിങ് കംപ്രസർ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്യുന്നു. അതിൽ നേരത്തെ തന്നെ രണ്ട് സ്പ്രിങ്ങും മുകളിലെയും താഴത്തും ഈ സ്പ്രിങ് കംപ്രസറിൻ്റെ ലെഗ്സ് ഒരേ ഇതിൽ തന്നെ കുടുക്കി വെക്കണം. ശ്രദ്ധിച്ച് ഒരേ ഇതിൽ തന്നെ കുടുക്കി വെക്കണം. ഇനി നമ്മൾ ഇത് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ തന്നെ സ്പ്രിങ് കംപ്രസർ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗവും ഒരുപോലെ കുറച്ചിട്ട് ടൈറ്റ് ചെയ്യുക. പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പ്രിങ് കംപ്രസ്സായിട്ട് വരും. അപ്പോൾ സ്പ്രിങ് കംപ്രസ് ആകുമ്പോൾ ആ ലെഗ്സ് കറക്റ്റ് അതിൽ വീണ്ടില്ലെങ്കിൽ അത് ഊരിത്തെറിച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങും അതുപോലെ ലെഗൊക്കെ നമ്മുടെ മേത്തേക്ക് തെറിച്ച് ആക്സിഡൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കറക്റ്റ് ആ ലെഗ്സ് അതിൽ കുടുങ്ങി നിൽക്കണമെന്ന് സ്പ്രിങ്ങിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ സ്പ്രിങ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ കവറുകൾ ഇതിൻ്റെ നെക്സ്റ്റ് ഓരോ ഭാഗങ്ങൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ആ സപ്പോർട്ട് അതിൽ വെച്ചു. സപ്പോർട്ട് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ആ സപ്പോർട്ട് വെച്ചതിന് ശേഷം സീലും കവറും അടങ്ങിയിട്ടുള്ള സീലും അതുപോലെ തന്നെ സ്റ്റോപ്പറും നട്ടൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗം തിരിച്ച് അതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ആ നട്ടിട്ടിട്ട് സ്റ്റോപ്പർ അടക്കം ഇതിൽ വെച്ചതിന് ശേഷം നട്ടിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എല്ലാതും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈസ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റോപ്പറും പിടിച്ചതിന് ശേഷം തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാം. ആ നട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പർ അനങ്ങാതെ നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ അതിൽ നേരെ നിൽക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റോപ്പർ കറക്റ്റ് സ്പ്രിങ്ങിൻ്റെ സീറ്റിലായിട്ട് നിൽക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ അസംബിൾ ചെയ്യും. അത് പിന്നെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്പ്രിങ് കംപ്രസർ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതൊക്കെ രണ്ട് സൈഡും ഒരുപോലെ കുറച്ച് റിലീസ് ചെയ്തതിന് ശേഷം പതുക്കെ എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഒരുപോലെ ലൂസ് ചെയ്തിട്ട് സ്പ്രിങ് റിലീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വയസ്സുമെന്ന് ഊരിയെടുക്കുക. തിരിച്ച് വാഹനത്തിൽ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രട്ട് അസംബ്ലി ഓവർഹോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്.